അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യത വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത മുന്നറിയിപ്പുകളും സൈനിക സമ്മർദ്ദവും തുടരുന്നതിനിടെ ഒരു സാധ്യതയുള്ള യുദ്ധസാഹചര്യത്തെ മുൻകൂട്ടി കണക്കിലെടുത്ത് ഇറാൻ ആഭ്യന്തര ഭരണ സംവിധാനത്തിൽ നിർണായക മാറ്റങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ദേശീയ നേതൃത്വത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള അടിയന്തര തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവവികാസം. അമേരിക്കൻ സൈനിക ആക്രമണമോ ലക്ഷ്യമിട്ട വധശ്രമമോ ഉണ്ടായാൽ പോലും രാജ്യത്തിന്റെ ഭരണസംവിധാനം തകരാതെ നിലനിൽക്കണം എന്നതാണ് ഈ നീക്കങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായ അലി ലാരിജാനിക്ക് കൂടുതൽ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൈമാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖമേനിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളായി ലാരിജാനിയെ തയ്യാറാക്കുകയാണെന്നാണ് സൂചന. ഇറാന്റെ സുരക്ഷാ വിദേശനയ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള സ്ഥാപനമാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. ഈ സ്ഥാപനത്തിന്റെ തലവനെന്ന നിലയിൽ ലാരിജാനി ഇപ്പോൾ രാജ്യത്തിന്റെ തന്ത്രപരമായ തീരുമാനങ്ങളുടെ കേന്ദ്രബിന്ദുവിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഖമേനിയുടെ വിശ്വസ്ത ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം ഇതിനു മുമ്പ് പാർലമെന്റ് സ്പീക്കറായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ആണവ ചർച്ചകളിൽ പ്രധാന ചർച്ചാകാരനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സ്ഥാപക അംഗങ്ങളിലൊരാളായ ലാരിജാനി ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനത്തിനും നേതൃത്വം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയവും മതപരവുമായ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച ഇറാന്റെ അധികാരഘടനയ്ക്കുള്ളിലെ വിശ്വാസബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. 2008 മുതൽ 2020 വരെ പാർലമെന്റ് സ്പീക്കറായിരുന്ന കാലയളവിൽ അദ്ദേഹം രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. രാജ്യത്തിന്റെ വിദേശനയ രൂപീകരണത്തിലും അദ്ദേഹത്തിന്റെ പങ്ക് വർദ്ധിച്ചു. ചൈനയുമായി 25 വർഷത്തെ തന്ത്രപരമായ കരാർ ചർച്ച ചെയ്യുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. പിന്നീട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തുകയും ബാഗ്ദാദ്, ബൈറൂട്ട് തുടങ്ങിയ മേഖലകളിൽ പ്രാദേശിക നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇതിലൂടെ മേഖലാതല രാഷ്ട്രീയത്തിൽ ലാരിജാനിയുടെ സാന്നിധ്യം ശക്തമായി. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടുകൾ പ്രകാരം ചില ഘട്ടങ്ങളിൽ ലാരിജാനിയുടെ സ്വാധീനം ഇറാൻ പ്രസിഡന്റിന്റെ സ്വാധീനത്തെപ്പോലും മറികടന്നതായി വിലയിരുത്തപ്പെടുന്നു. ആഭ്യന്തര പ്രതിഷേധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വിദേശ നയതന്ത്ര തീരുമാനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായി മാറിയതായാണ് സൂചന. അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിലും അദ്ദേഹം മേൽനോട്ടം വഹിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സാധ്യതയുള്ള യുദ്ധസാഹചര്യങ്ങൾ മുൻകൂട്ടി കണക്കിലെടുത്ത് ഇറാൻ ഭരണകൂടം ബഹുസ്തര നേതൃത്വ തുടർച്ചാ പദ്ധതി തയ്യാറാക്കിയതും ശ്രദ്ധേയമാണ്. ഓരോ പ്രധാന സൈനിക ഭരണപദവികൾക്കും പകരക്കാരെ നിശ്ചയിക്കുകയും ആശയവിനിമയം തടസ്സപ്പെട്ടാലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിക്കുന്നതിനിടെ പശ്ചിമേഷ്യയിൽ യുഎസ് സൈനിക സാന്നിധ്യവും ശക്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആണവ കരാറിൽ പുരോഗതിയുണ്ടാകാത്ത പക്ഷം ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാകാമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെ സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമായി. അതേസമയം ഇറാൻ യുദ്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും രാജ്യത്തിന്മേൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ലാരിജാനി വ്യക്തമാക്കി. യുദ്ധസാഹചര്യമുണ്ടായാൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക സേനാ യൂണിറ്റുകളും ബാസിജ് മിലീഷ്യയും നഗരങ്ങളിൽ വിന്യസിക്കാനുള്ള പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിദേശ ചാരപ്രവർത്തനങ്ങൾ തടയുന്നതിനും ആഭ്യന്തര അസ്ഥിരത ഒഴിവാക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നത്. ഈ എല്ലാ നീക്കങ്ങളും ഇറാൻ ഇപ്പോൾ പ്രതിരോധ നിലയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. യുദ്ധസാധ്യതയെ നേരിടുന്നതോടൊപ്പം ഭരണതുടർച്ച ഉറപ്പാക്കാനും ആഭ്യന്തര സ്ഥിരത നിലനിർത്താനും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ തന്ത്രപരമായ സമീപനമാണിത്. അതേസമയം ജനീവയിൽ നടക്കാനിരിക്കുന്ന പുതിയ ആണവ ചർച്ചകൾ സംഘർഷം കുറയ്ക്കാനുള്ള അവസരമായി കണക്കാക്കപ്പെടുന്നു. അവസാനം നോക്കുമ്പോൾ അലി ലാരിജാനിയുടെ ഉയർച്ച ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ വളർച്ച മാത്രമല്ല, സാധ്യതയുള്ള വലിയ സംഘർഷത്തിനു മുമ്പ് ഇറാൻ തന്റെ ഭരണസംവിധാനത്തെ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ അടയാളമാണ്. പശ്ചിമേഷ്യയിലെ ഭാവി രാഷ്ട്രീയ സമീകരണങ്ങൾ എങ്ങനെ മാറുമെന്ന് നിർണയിക്കുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ലോകത്തെ നയിക്കുന്നത്.